പാർട്ടിയിലും കേന്ദ്രമന്ത്രിസഭയിലും അഴിച്ചുപണിക്ക് ഒരുങ്ങി ബി.ജെ.പി. ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുൻപ് പാർട്ടിയും പുതുമുഖങ്ങളെ ഉൾപ്പെടുത്തി മന്ത്രിസഭയും പുനഃസംഘടിപ്പിക്കാനാണ് ബി.ജെ.പി. ലക്ഷ്യമിടുന്നത്. ജോർജ് കുര്യൻ മന്ത്രിസ്ഥാനം ഒഴിഞ്ഞ പശ്ചാത്തലത്തിൽ കേന്ദ്രമന്ത്രിസഭയിലേക്ക് ആർക്ക് നറുക്കു വീഴുമെന്ന കാത്തിരിപ്പിലാണ് കേരളം. 12 വർഷമായി അധികാരത്തിൽ തുടരുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ബി.ജെ.പി. പല നേതാക്കളും ഒരേ സ്ഥലത്ത് തന്നെ തുടരുന്നത് കൊണ്ട് തന്നെ ആവർത്തന വിരസത മന്ത്രിസഭയുടെ പ്രവർത്തനങ്ങളിലും ബാധിച്ചു തുടങ്ങിയെന്ന് നേതാക്കൾക്ക് മാത്രമല്ല പ്രവർത്തകർക്കും തോന്നി തുടങ്ങിയിട്ടുണ്ട്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളും 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളും അതിജീവിക്കണമെങ്കിൽ ഈ ആലസ്യത്തിൽ നിന്ന് പാർട്ടി ഉണരേണ്ടതുണ്ട്. ഇത് കണക്കിലെടുത്തുകൊണ്ട് തന്നെയായിരിക്കണം ബി.ജെ.പിയുടെ മന്ത്രിസഭാ പുനഃസംഘടനയും സംഘടനാ തലത്തിലെ അഴിച്ചുപണിയും നടക്കാൻ പോകുന്നത്. കേരളത്തിൽ നിന്നുള്ള പ്രതിനിധി ഒപ്പം ബി.ജെ.പിയുടെ ക്രിസ്ത്യൻ മുഖങ്ങളിൽ ദീർഘകാലമായി കണ്ടുവരുന്ന ജോർജ് കുര്യൻ. അദ്ദേഹം സ്ഥാനമൊഴിഞ്ഞ അതേ ദിവസമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ കാണാൻ പോയത്. തൊട്ടുപിന്നാലെ അമിത്ഷായും രാഷ്ട്രപതിയുമായി കൂടിക്കാഴ്ച നടത്തി. മന്ത്രിസഭ പുനഃസംഘടിപ്പിച്ചാൽ പട്ടികയിൽ നിന്ന് പുറത്തു പോകുന്നവരും പുതുതായി പട്ടികയിൽ ഇടം നേടുന്നവരുടെയും പേരുകൾ രാഷ്ട്രപതിയെ അറിയിച്ചു എന്നാണ് ലഭിക്കുന്ന വിവരം. 2027 പൂർത്തിയാകുമ്പോഴേക്കും തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സംസ്ഥാനങ്ങളുടെ പട്ടിക വളരെ വലുതാണ്. ഗുജറാത്ത്, ഗോവ, മണിപ്പൂർ, ഹിമാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾക്കൊപ്പം തന്നെ ബി.ജെ.പി. കണ്ണു നട്ടിരിക്കുന്ന ഉത്തർപ്രദേശും പഞ്ചാബും നിയമസഭയിലേക്ക് ജനവിധി എഴുതാൻ പോവുകയാണ്. ഈ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര മന്ത്രിസഭയിൽ അർഹിക്കുന്ന പ്രാധാന്യം നൽകിയാൽ മാത്രമേ തങ്ങൾ ആഗ്രഹിക്കുന്ന റിസൾട്ട് ഇവിടങ്ങളിൽ നിന്ന് ലഭിക്കൂ എന്നാണ് ബി.ജെ.പി. കണക്കുകൂട്ടുന്നത്. മന്ത്രിസഭാ പുനഃസംഘടനയിൽ മുതിർന്ന നേതാക്കളെ അല്ലെങ്കിൽ കാലങ്ങളായി മന്ത്രിസ്ഥാനത്ത് തുടരുന്ന നേതാക്കളെ സംഘടനാ തലത്തിലേക്ക് മാറ്റി പകരം പുതുരക്തങ്ങളെ കൊണ്ടുവരാനാണ് മോദിയും ആഗ്രഹിക്കുന്നത്. പാർലമെന്റിന്റെ വരാനിരിക്കുന്ന മൺസൂൺ സെഷനു മുൻപായി തന്നെ കേന്ദ്ര മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കാനാണ് ബി.ജെ.പിയുടെ ദേശീയ നേതൃത്വം കണക്കുകൂട്ടുന്നത്. എന്നാൽ പ്രധാനമന്ത്രിയുടെ വിദേശ പര്യടനങ്ങൾ ഷെഡ്യൂൾ ചെയ്ത സാഹചര്യത്തിൽ അത് നീണ്ടുപോകാനും മതി.